ജനീഷ മിസ് അല്ലേ? മിസ്സിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ദൃശ്യ. ആ, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരു കാലത്ത് മറക്കത്തില്ല. നിങ്ങളെ എന്തെങ്കിലും എന്നെ കൈ കിട്ടുമെന്ന് എനിക്കറിയാം. അന്ന് പറയാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളങ്ങ് പോയാൽ മതി. എനിക്കറിയാൻ പാടില്ലായിരുന്നു ചോദിക്കുക, എന്തുവാ തള്ളി നിങ്ങളുടെ പ്രശ്നം? ഒരു ആൺകുച്ചും പെൺകുച്ചും വേണ്ടിയിട്ടുണ്ട് പ്രേമം എന്നല്ലാതെ വേറൊരു സാധനം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് എന്നോട് പറഞ്ഞത്? എന്തൊക്കെയാ എന്നെ കുറിച്ച് എന്റെ വീട്ടുകാരോടും ബാക്കി ടീച്ചർമാരോടും പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ അവിടെ വരാന്തയില് ഞാനും അഖിലും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തുവാ പറഞ്ഞേ? തൃശ്ശ ഇനി മേലൊരു ആഘോഷമുള്ള തൃശ്ശയെ കണ്ടുകൊണ്ട് ഞാൻ പേരൻസിനെ വിളിപ്പിക്കും. ഞാൻ ആരും കാണാതെ ക്ലാസ് റൂമിൽ അടച്ചു പൂട്ടിയിരുന്ന പോലെ സംസാരിച്ച്, എല്ലാരും നിൽക്കുന്ന പോലെ സ്കൂളിന്റെ വരാതെ നിന്നല്ല അവരോട് സംസാരിച്ച്. അതെന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? പോരാത്തതിന് ഞാൻ സ്റ്റാഫ് റൂമിൽ എയ്ഡലിലൂടെ സ്കൗട്ട് ആംഗിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തൃശ്ശൂർ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ പിള്ളേരോട് നിൽക്കരുത്. എന്നെ ആ പിള്ളേർ നിന്ന് ഞാൻ എന്താ പ്രസവിക്കും? നിങ്ങൾക്ക് എന്താ അത് മാത്രം അറിയത്തുള്ളൂ? ഒരു ആണും പെണ്ണും ചേർന്നുകൊണ്ട് പ്രേമം പ്രസവം ഇത് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്നിട്ട് എന്തോ നിങ്ങൾ എന്നെ മാറ്റി വെച്ചിട്ട് ഉപദേശിച്ച് ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും കേടലിക്കാം. ടീച്ചറിനോട് അറ്റക്കാരോട് നിങ്ങൾ വെറുതെ വിട്ടണം. അല്ല നിങ്ങളുടെ ആ ഇന്റേണല് ആ സാധനം എനിക്കൊന്നും വേണമായിരുന്നു. ആ, കഴിഞ്ഞിട്ട് പോകാൻ പറ്റേ ബാക്കി തന്നെ കേൾക്കും. നിങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ കേൾപ്പിച്ചതാണല്ലോ. ഞാനും എന്റെ ചേട്ടനും കൂടെ വർത്താനം പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞേ എന്റെ കാമുകനാണവൻ. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കി? ഞങ്ങളെ ബാക്കി വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞ് ഈ ടീച്ചർമാരോട് ആ ടീച്ചർമാരോട് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരോട് എന്തൊക്കെയായിരുന്നു നിങ്ങൾ വിളുവാറുണ്ടാക്കിയത്? ഒരാങ്ങളയ്ക്കും പെങ്ങൾക്ക് സംസാരിക്കുന്ന അവകാശം പോലില്ലേ? ആങ്ങളെയും പെങ്ങളും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പോലും ടീച്ചർ. ലാബിന് പോവാൻ നിന്ന് എന്റെ ക്ലാസ്സിലെ പിള്ളേരോട് ലാബ് എക്സാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? തൊട്ടും പിടിച്ചുകൊണ്ട് ഒരു ഓൾ ദ ബെസ്റ്റ് ഒന്നും വേണ്ടെന്ന്. ഷെയ്ക്കാനും കൊടുക്കുന്നത് അന്താരാഷ്ട്ര കുറ്റമാണ്. ഷെയ്ക്കാനും കൊടുത്താൽ എന്തോ വലിയ ഭൂലോകം ഇടിഞ്ഞ് വീടുമായിരുന്നല്ലോ അങ്ങോട്ട്. എന്നിട്ട് പേരൻസിന് നിന്നപ്പോ എന്റെ അമ്മയോട് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങളുടെ മോക്ക് പഠിക്കാനുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനും ഭയങ്കര കഴിവാണ്. എന്റെ മാർക്കിന് എന്തായിരുന്നു അവിടെ പ്രശ്നം? ഞാൻ +2 ഒന്നും അല്ലേ 91% മാർക്ക് വാങ്ങി അവിടുന്ന് പാസ് ഔട്ട് ആയി. സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് 91% ഇത്ര കുറവാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കാര്യമായിട്ട് ചോദിക്കുക, നിങ്ങളുടെ മക്കളെ ബി ടി മീറ്റിംഗിന് പോകുമ്പോൾ അവിടെയുള്ള ടീച്ചർമാർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഭയങ്കരമായിട്ട് സന്തോഷം പുളകിതയാവും നിങ്ങളങ്ങോട്ട്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ബാക്കിയുള്ള പിള്ളേരെ കുറിച്ച് അനാവശ്യം തോന്നിയവാസം പറഞ്ഞു നടക്കുന്നത്? ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്? റിട്ടയർ ആവാൻ ഒരു 3-4 വർഷം കൂടി ഉണ്ടല്ലോ അല്ലെ? ഇനിയെങ്കിലും കുറച്ച് നന്നാവാൻ നോക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിള്ളേരായിട്ട് വന്ന് ഡോസ് വന്നിട്ട് പോകും. ഞാനായോണ്ട് കുറച്ച് ഗുരു ബഹുമാനം ഉണ്ടായി പോയതുകൊണ്ട് നമ്മൾ തല്ലുന്നില്ല. അതുകൊണ്ട് അപ്പൊ മിസ്സേ, കണ്ടതിൽ സന്തോഷം. ഇനി നമ്മൾ തമ്മിൽ ഇതുപോലെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കും.